കേരളത്തിൽ നാളികേരത്തിന്റെ വിലയിൽ വൻ വർധന. വെളിച്ചെണ്ണയുടെ വിലയാകട്ടെ 400 കടന്നു. വളരെ കാലത്തിനു ശേഷം നാളികേര വിലയും വെളിച്ചെണ്ണയുടെ വിലയും വർദ്ധിച്ചതിന്റെ സന്തോഷത്തിലാണ് കേര കർഷകർ. കേരളത്തിന്റെ സ്വന്തം കേരവൃക്ഷം നട്ടുപരിപാലിച്ചാൽ ഭാവിയിൽ നഷ്ടമുണ്ടാവില്ല, ലാഭമായിരിക്കും ഫലമെന്ന് കേര കർഷകർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ പാപ്പിനിശ്ശേരിയിൽ 2 ഏക്കർ സ്ഥലത്ത് തെങ്ങ് കൃഷി ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് PPN മഹമ്മൂദ് ഹാജി. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും വിപണിയിൽ വില കുതിച്ചുയരുന്നു. ഇനിയും വില കൂടാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ഒരു കൊല്ലത്തിനിപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരു 75% ലാഭം തന്നെയാണ്. 50 അല്ല, കൂലിച്ചെലവ് എല്ലാം കഴിച്ചാലും ഒരു 75% ഇന്നത്തെ റേറ്റിന്. പക്ഷേ ഈ റേറ്റ് നിലനിൽക്കുമെന്ന് ഒരുറപ്പുമില്ല. കാര്യം നിലനിൽക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും വളമിട്ട് എല്ലാം പരിചരണം എല്ലാം കൊടുത്ത് നല്ല ഉൽപ്പാദനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉൽപ്പാദനം ഉണ്ടാകാതെ നമുക്ക് മാർക്കറ്റിൽ ഏത് സാധനത്തിനും ഡിമാൻഡ് വരുത്തുമെന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം കുറയുമ്പോൾ ഉൽപ്പാദനം കൂടുമ്പോൾ ഇതാവും പണ്ട് തക്കാളിക്ക് വന്ന പോലെ. തമിഴ്നാട്ടിൽ നിന്നും കൊപ്ര വരവ് കുറഞ്ഞതും ഇതിന് കാരണമായി പറയുന്നു. അതേസമയം ചിരട്ടയ്ക്കും ചകിരിക്കും നല്ല മാർക്കറ്റുമുണ്ട്. കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ കർഷകർക്ക് തെങ്ങുകയറ്റ യന്ത്രം നൽകിയത് വിളവെടുപ്പിന് സഹായകരമായിട്ടുണ്ട്. തെങ്ങുകൃഷിയിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഭാവിയിൽ തെങ്ങുകൃഷി വിപുലമാക്കാൻ കർഷകർക്ക് പ്രചോദനം നൽകുകയാണ് ഇപ്പോഴത്തെ വിലക്കയറ്റം. കാരണം പറഞ്ഞാൽ 200 രൂപയ്ക്ക് 250 രൂപയ്ക്ക് വാങ്ങിയ വെളിച്ചെണ്ണക്ക് ഇന്ന് 500 രൂപ കൊടുക്കണം. അപ്പം അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും ഒരു ന്യായമായ വില കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം എപ്പോഴും. എന്നാൽ കൃഷിക്കാരനും ഇതിൻ്റെ ഗുണഭോക്താക്കളും എല്ലാവർക്കും ഒരു ഇത് വേണമെങ്കിൽ ഒരു ന്യായമായ വില എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.